പ്രവർത്തകരെ കസ്റ്റഡിയെടുത്തുകൊണ്ട് പോകുന്ന പോലീസ് വാഹനം ഇപ്പോൾ തടയാൻ വലിയ രീതിയിലുള്ള സംഘർഷമാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷത്തിലാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു പ്രവർത്തകരെ കൊണ്ടാണ് ഈ പോലീസ് വാഹനം പോകുന്നത്. ആ വാഹനം ഇപ്പോൾ തടയുന്നു, ആ വാഹനത്തെ തടയുന്നു മുന്നിൽ നിന്ന്. ഇപ്പോൾ പക്ഷെ വാഹനം നിർത്തുന്നില്ല, വാഹനം മുന്നോട്ട് പോവുകയാണ്, വാഹനം തടയുകയാണ്. വാഹനം തടഞ്ഞ് വാഹനത്തിന് മുന്നിൽ ഇപ്പോൾ വാഹനത്തിന്റെ മുകളിൽ ഒക്കെ കയറിയുള്ള പ്രതിഷേധം തുടരുന്നുണ്ട്. ഇപ്പോൾ വാഹനത്തിന് റോഡിൽ കിടന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം തുടങ്ങിയാണ്. കസ്റ്റഡിയെടുത്ത് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. റോഡിൽ കിടന്ന് തന്നെ അവർ പ്രതിഷേധിക്കുന്നു. പോലീസ് വാഹനം തടഞ്ഞു. ഇപ്പോൾ റോഡിൽ കിടന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ആരെയും കസ്റ്റഡിയെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ ആവശ്യം, അവർ സ്വയം പിരിഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് അവർ പോലീസിന്റെ അറസ്റ്റിന് വഴങ്ങില്ല എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ പ്രതിഷേധം ഇപ്പോഴും, ആ കടുത്ത പ്രതിഷേധം അവർ ഇപ്പോഴും തുടരുകയാണ്. വാഹനത്തിന് പ്രതിഷേധങ്ങൾ പോലീസ് എങ്ങനെയാണ് നേരിടുന്നത് വലിച്ച് ക്രൂരമായി രാത്രികൊണ്ട് നേരിട്ടാണ് പ്രവർത്തകരെ പ്രവർത്തകരെ വണ്ടി കെട്ടി കൊല്ലാണ് ഈ കേരള പോലീസ് ശ്രമിച്ചത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ പോയി ചികിത്സ നിശ്ചയിച്ചുകൊണ്ട് ആളുകൾ മരിക്കുന്നു. സമരം ചെയ്യുന്നവരെ വണ്ടി കെട്ടി കൊല്ലാൻ കേരള പോലീസ് ശ്രമിക്കുന്നു. ഇതിനുള്ള ശക്തമായ പ്രതിഷേധം ഈ സമരം തീരുന്നില്ല. രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രാജിവെക്കുന്നവരെ ഇവിടെ ഉണ്ടാവും. ഇവിടെ വലിയ പ്രതിഷേധമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നത്. ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വേണ്ടത്ര പോലീസുകാരില്ല, വാഹനം തടഞ്ഞിരിക്കുന്നു. പ്രതിഷേധക്കാർ ഇപ്പോൾ വാഹനം തടയുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചതിന് ഒരു ആക്ട്, പോലീസ് വാഹനത്തിന്റെ വാതിൽ തകർത്തതിന് മറ്റൊരാക്ട്, പിപിഡി ആക്ട്, വാഹനം റോഡ് വഴിമുടക്കിയതിന് മൂന്നാമത്തെ നിയമലംഘനം. പക്ഷേ അപ്രതീക്ഷിതമായി മിന്നൽ പണിമുടക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം മന്ത്രിയുടെ വസതിയുടെ ഉള്ളിലേക്ക് കയറി വസതിക്ക് ഗേറ്റ് തള്ളിത്തുറന്ന് വസതിക്ക് മുന്നിലേക്ക് എത്തുകയും ഡോറിന് മുന്നിൽ റീത്ത് വയ്ക്കുകയുമായിരുന്നു ഉണ്ടായത്. അതിനുശേഷം നടന്ന സംഘർഷമാണ്. ഇപ്പോൾ വേണ്ടത്ര പോലീസുകാരില്ല. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നവർ സമരം ചെയ്യുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇപ്പോൾ ഒരു കരിങ്കുടിയുമുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ. അവിടെ കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് കഷ്ടിച്ച് 100 മീറ്റർ മാത്രം അകലെയാണ്, മൂക്കിൻതുമ്പത്താണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ അപ്രതീക്ഷിത സമരം നടക്കുന്നത്. പ്രവർത്തകരെ പരാജയപ്പെട്ടു. വീണ്ടും സംഘർഷമാണോ റോഷി? വീണ്ടും റോഡിൽ കുത്തിയിരിക്കുന്ന പ്രവർത്തകരെ വലിച്ച് വാഹനത്തിലേക്ക് അയച്ചാനുള്ള ശ്രമമാണ്. കാരണം ഇതിനകത്തൊരു പ്രവർത്തകരുണ്ട്, മറ്റു പ്രവർത്തകരെ കൂടെ കസ്റ്റഡിയിൽ എടുത്താൽ മാത്രമാണ് പോലീസുകാർക്ക് വാഹനം കൊണ്ടുപോകാൻ. ഇപ്പോൾ പോലീസുമായി തർക്കമാണ്. ബലം പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമമാണ്. അത് വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് യുദ്ധമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കമ്മീഷണർ ഓഫീസിനെ കഷ്ടിച്ച് മൂക്കിന്റെ തൊട്ടു താഴെ. വേണ്ടത്ര പോലീസുകാരില്ലാത്തത് വലിയ പ്രതിസന്ധിയായി. പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ കഴിയാവുന്നതിലും അധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു. വർദ്ധിത വീര്യത്തോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദ്യം വാഹനത്തിൽ കയറ്റിയ പ്രവർത്തകരെ മുഴുവൻ പുറത്തേക്കിറക്കി. ഇപ്പോൾ നെമം ഷജീർ ഇപ്പോൾ ഒരു കരിങ്കുടി പോലീസ് വാഹനത്തിന്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നെമം ഷജീർ അവിടെയുണ്ട്. നെമം ഷജീർ അവിടെയുണ്ട്. എന്താണ് നെമം ഷജീറിന്റെ ആവശ്യം? പ്രവർത്തകരെ മോചിപ്പിക്കണമെന്നാണോ? പ്രതിഷേധം നടത്തിയവർ രാവിലെ തന്നെ നല്ല ബലപ്രയോഗമായിരുന്നു. പ്രതീഷ് ശശിയുണ്ട്, CI. നെമം ഷജീറിനെ കസ്റ്റഡിയിലെടുക്കാൻ പോകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നെമം ഷജീറിനെ കസ്റ്റഡിയിലെടുക്കുകയാണ്. ഇപ്പോൾ വാഹനം കടത്തിവിടുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി വാഹനം പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏകദേശം 15 മിനിറ്റ് 20 മിനിറ്റോളം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ തെരുവ് യുദ്ധം തന്നെയായിരുന്നു. വെല്ലുവിളിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനത്തിൽ കയറാൻ തയ്യാറായില്ല. പാവപ്പെട്ട പോലീസുകാരുടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മോതിരമാണെന്ന് തോന്നുന്നു, നെയിം ബോർഡാണെന്ന് തോന്നുന്നു.
പോലീസുകാരുടെ കൈയൊക്കെ മാന്തി പൊളിച്ചിട്ടുണ്ട്. പോലീസുകാർ തിരിച്ചും ബലപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിയമ ഷജീർ മാധ്യമങ്ങളെ കാണുന്നു. പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയില്ല. ആരോഗ്യമന്ത്രിയുടെ വസതിയുടെ മുന്നിലാണ് നമ്മൾ ന്യായമായ സമരം ചെയ്തത്. ആ സമരം ചെയ്യുമ്പോഴാണ് പോലീസ് ഇത്രയും വലിയ ക്രൂരത കാണിച്ചത്. നിരവധി പ്രവർത്തകരെ രാത്രിയും ധരിച്ചു വണ്ടിക്ക് പോയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. അങ്ങനെ അറസ്റ്റ് കൊണ്ടുപോയ പ്രവർത്തകരെ വിട്ടുതരാൻ വേണ്ടി ക്യാമ്പിലോട്ട് നമ്മൾ നീങ്ങുകയാണ്. ഈ സമരം ഇനിയും ശക്തമായ സമരമായി മുമ്പോട്ടും ഒരു തർക്കവുമില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. നിയമം ഷജീർ അറസ്റ്റ് വരിക്കുകയാണ്. അരുൺകുമാർ, സമരം അവസാനിച്ചിരിക്കുന്നു. സമരം ഇപ്പോൾ അവസാനിപ്പിച്ച പ്രവർത്തകർ ഇവിടുന്ന് കുറച്ച് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റുള്ള പ്രവർത്തകർ നിയമ ഷജീറിനെ അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തില്ല. ഏതായാലും കൂടുതൽ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ക്യാമ്പിലേക്ക് പോകുന്നു എന്നാണോ നിയമം ഷജീറിനെ അരുൺകുമാർ ഇപ്പോൾ കസ്റ്റഡി എടുത്ത് പ്രവർത്തകരെ അങ്ങോട്ടേക്ക് പോലീസ് ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. അങ്ങോട്ടേക്ക് ഒരുപക്ഷെ നിയമ ഷജീർ അടക്കം നേതാക്കൾ അങ്ങോട്ടേക്ക് പോകാനാണ് സാധ്യത. കാരണം വലിയ ബലപ്രയോഗമുണ്ടായിരുന്നു. മാത്രമല്ല വീട്ടിനകത്തേക്ക് കയറിയാണ് പ്രതിഷേധം. അത് ഇതൊക്കെ ജാമ്യമില്ലാത്ത കുറ്റങ്ങൾ ചുമത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന കുറ്റം ചുമത്താൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം പോലീസ് വാഹനത്തിന് ഡോറിന് തകരാർ സംഭവിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഗേറ്റിന് തകരാർ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറി എന്ന കുറ്റമുണ്ട്. അതുകൊണ്ട് ഈ പ്രവർത്തകരെ റിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കമാകും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അതുകൊണ്ട് ഒരുപക്ഷെ ഇവർ പോലീസ് ക്യാമ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും നിയമ ഷജീർ അടക്കമുള്ള പ്രവർത്തകർ ഇവിടെയുണ്ട്. ഇപ്പോൾ നേതാക്കളുണ്ട്. ഈ ക്യാമ്പിലേക്ക് പോകുന്നുണ്ടോ ഷജീർ? ക്യാമ്പിലോട്ടാ പോകുന്നത്. നമ്മൾ കണ്ടാണ് നിരവധി തിരുവനന്തപുരം ജില്ലയിൽ മാത്രം എത്ര പേരാണ് ആരോഗ്യ ചികിത്സ നിഷേധിക്കപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടത്. ബിസ്മീർ, നിങ്ങൾ ഈ പ്രതിഷേധം ഇനിയും തുടരും, സമാനമായ സമരവുമായി പോകും. നിങ്ങൾ കണ്ടില്ലേ, ആരോഗ്യമന്ത്രിയുടെ വീട്ടിനകത്താണ് യൂത്ത് കോൺഗ്രസിന് വെയിറ്റ് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ സമരമായി യൂത്ത് കോൺഗ്രസ് മുമ്പോട്ടും ഒരു തർക്കവുമില്ല. ഇപ്പൊ ക്യാമ്പിലോട്ടാണ് പോകുന്നത്. അകാരണമായി അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്യാമ്പിലോട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അരുൺകുമാർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നിയമ ഷജീറാണ് സംസാരിച്ചത്. ഷജീറിന്റെ നേതൃത്വത്തിൽ ഈ കസ്റ്റഡിയിൽ എടുക്കാത്ത മറ്റു പ്രവർത്തകരുണ്ട്. അവർ അറസ്റ്റിനെ പ്രതിരോധിച്ചവരാണ്. അവർ ഇപ്പോൾ നേരെ പോലീസ് ക്യാമ്പിലേക്ക്, നന്ദാവനത്തെ പോലീസ് ക്യാമ്പിലേക്ക് പോകും. കാരണം അവർ ഈ കസ്റ്റഡിയിലായ പ്രവർത്തകരെയൊക്കെ പോലീസ് ക്യാമ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടേക്ക് പോകും. ഏതായാലും തിരുവനന്തപുരത്ത് ഈ അടുത്തൊന്നും ഇതുപോലെയുള്ള ഒരു പ്രതിഷേധം കണ്ടിട്ടില്ല. കാരണം പ്രതിപക്ഷ സംഘടനകൾക്ക് പ്രതിഷേധം നടത്തുന്ന പതിവാണ്. പക്ഷേ ഒരു മന്ത്രിയുടെ വസതിക്കകത്തേക്ക് കയറി അവിടെ റീത്ത് സമർപ്പിച്ചുള്ള പ്രതിഷേധം ഇതുവരെ കണ്ടില്ല. പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചിട്ട് അതിനപ്പുറത്തേക്ക് അവർ 19ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ ആസൂത്രണം ചെയ്ത് നടത്തിയ സമരമാണ്. മന്ത്രിയുടെ രാജിയാണ്. തുടർച്ചയായ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ, വീഴ്ചകൾ അതൊക്കെ ഉയർത്തിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെടുന്നത്. ഏതായാലും